ഹായ് ഫ്രണ്ട്സ്, ക്യാബേജ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും മാത്രമല്ല കേട്ടോ, ഡിന്നറിനും അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം ആണ് എടുക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രം ക്യാബേജ് നമുക്ക് എടുത്താൽ മതിയാകും. കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പകുതി ക്യാബേജ് എടുക്കാം. ഇപ്പം ഞാനൊരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഒന്നും കൂടിയും പകുതിയാക്കി ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്ത് ഒരു ചോപ്പറിലിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ക്യാബേജ് ചോപ്പ് ചെയ്ത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയാണ്. ഒരു സവോള നമ്മൾ കട്ട് ചെയ്ത് അതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാബേജ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ഇട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടി നമുക്കിതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. എരിവ് അധികം ഇല്ലാത്തൊരു പച്ചമുളകായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. എരിവ് ഉള്ള മുളകാണെങ്കിൽ നമുക്ക് 1-2 മതിയാകും. ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോ നമ്മളിതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്, പുഴുങ്ങിയ പൊട്ടറ്റോ കുറച്ച്, പിന്നെ ഏതെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ചീര വർഗ്ഗങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുക്കുംബറിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളിയും കുക്കുംബറും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ്, സവോള, തക്കാളിയും കുക്കുംബർ ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിവിടെ വേലിച്ചീരയാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചെറുചീരയോ സാധാരണ ചീരയോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ ചേർക്കാം, പയറിൻ്റെ ഇല, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീര വർഗ്ഗത്തിൽപ്പെട്ട ഇലകൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ കറിവേപ്പിൻ്റെ ഇലയുടെ 2 തണ്ട് അതും കൂടി നമ്മളൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത്, ഇത് അരിപ്പൊടിയാണ്. മെഷറിംഗ് കപ്പിൻ്റെ ഏറ്റവും ചെറിയ അളവിലുള്ള ആ കപ്പിൽ, അതായത് ഒരു 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 2 എഗ്ഗും കൂടി കൊത്തി ഒഴിക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ ചേർക്കാവുന്നതാണ് കേട്ടോ. മൈദ നമുക്ക് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റാഗി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി 2 എഗ്ഗിന് പകരം നമുക്ക് 3 എഗ്ഗ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം, 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 എഗ്ഗ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3 എഗ്ഗ് ചേർത്താൽ ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും കേട്ടോ. ഉപ്പൊക്കെ പോരായുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. അൺസാൾട്ട് ബട്ടർ നമുക്ക് യൂസ് ചെയ്യാം. നെയ്യ് നല്ലപോലെ പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നല്ലപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇതൊന്ന് പരത്തി നമുക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി കരിഞ്ഞു പോകാതെ നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി നമ്മൾ എടുക്കണം. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടാം. നല്ലപോലെ പരത്തി, എത്രയും കനം കുറച്ച് നമുക്ക് പരത്തി എടുക്കാമോ അത്രയും കനം കുറച്ച് നമ്മൾ വെക്കുന്ന പാനിൻ്റെ അത്രയും വട്ടത്തിൽ നമുക്കിത് പരത്തി കൊടുക്കാം കേട്ടോ.
ചെറിയ പാനാണെങ്കിൽ അത്രയും ചെറിയ വട്ടത്തിൽ പരത്തിയാൽ മതിയാകും. അപ്പോൾ ഇത് വലിയ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നല്ലപോലെ ഫുള്ളായിട്ടും പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു പുറം മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം തുറന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഫ്രൈയിങ് പാൻ ഒത്തിരി വലിപ്പമുള്ളത് കൊണ്ട് തന്നെ വലിയ വട്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ മറിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാനിതൊന്ന് പകുതിയാക്കിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു എഗ്ഗും കൂടി ചേർത്താൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്കിത് അപ്പം രൂപത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 പുറവും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. കരിയാതെ തന്നെ നല്ലപോലെ മൊരിയിച്ചെടുക്കണം. നമ്മൾ മുട്ടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ 2 പുറം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഒരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ റെസിപ്പി. അതുപോലെ തന്നെ ഷുഗറുള്ളവർക്കും മറ്റ് അസുഖങ്ങൾ PCOD അതുപോലെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ക്യാബേജ് വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് മുറിച്ചത് ആ മുട്ടയൊക്കെ നമ്മൾ പൊരിച്ചെടുത്ത് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഈവനിങ് സ്നാക്സായിട്ടും അതുപോലെ തന്നെ വൈകിട്ട് വളരെ ലൈറ്റായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.